കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകും. അപ്പുണ്ണിക്ക് കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലുള്ള കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യും. പൾസർ സുനിക്കും ദിലീപും തമ്മിൽ അടുത്ത എന്നതിനുള്ള തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. സിബി തരും കൂടുതൽ വിവരങ്ങൾ. സിബി, എപ്പോഴായിരിക്കും ഇന്ന് അപ്പുണ്ണി ഹാജരാവുക? ഒപ്പം നിർണായക തെളിവുകൾ കൂടി ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് എത്തും? അഞ്ജു, രാവിലെ 11 മണിയോടെ അപ്പുണ്ണി ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആലുവ പോലീസ് ക്ലബിൽ ഹാജരാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപ്പുണ്ണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. പ്രധാനമായും ഈ കേസിൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുന്നതോടെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. കാരണം ഈ കേസിലെ ഏറ്റവും പ്രധാനമായ ദിലീപും പൾസർ സുനിയുമായി തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണി ഈ ദിലീപിന്റെ മാനേജരും ഏറ്റവും വിശ്വസ്തനുമായ അപ്പുണ്ണിയായിരുന്നു. ഈ കേസിൽ കാക്കാട് ജയിലിൽ വെച്ച് പൾസർ സുനി നിരവധി തവണ അപ്പുണ്ണിയെ വിളിച്ചിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അപ്പുണ്ണിയെ പൾസർ സുനി വിളിക്കുമ്പോഴെല്ലാം ദിലീപിന്റെ സാന്നിധ്യവും ഉണ്ടെന്ന മൊബൈൽ ടവർ ലൊക്കേഷൻ വഴി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ദിലീപിനെ വിളിക്കുവാൻ വേണ്ടി പൾസർ സുനി അപ്പുണ്ണിയുടെ ഫോണിലേക്കാണ് വിളിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പുണ്ണി വിളിച്ച് ചോദിച്ചത്, അല്ലെങ്കിൽ ഈ നടിയെ ആക്രമിക്കപ്പെട്ടതിൽ ഗൂഢാലോചനയിൽ അപ്പുണ്ണിയും പങ്കാളിയാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് കൃത്യത്തിന് ശേഷം ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അപ്പുണ്ണി കൂട്ടുനിന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ 13 മണിക്കൂറോളം ദിലീപിനെയും അപ്പുണ്ണിയെയും നാദൃശയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് അപ്പുണ്ണി ഒളിവിൽ പോയതും ഹൈക്കോടതിയെ സമീപിച്ചതും. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും ചോദ്യം ചെയ്യുന്നതോട് സഹകരിക്കാനും ഹൈക്കോടതി അപ്പുണ്ണിയോട് നിർദ്ദേശിച്ചത്. ഇത് തുടർന്നാണ് ഇന്ന് അപ്പുണ്ണി ഹാജരാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അപ്പുണ്ണിയെ ചോദ്യം ചോദിക്കാനായി പ്രത്യേകമായ ചോദ്യാവലിയും അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അപ്പുണ്ണിക്കെതിരെ നിരവധി തെളിവുകൾ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഫോൺ രേഖകൾ ഉൾപ്പെടെ ഈ പ്രതിയെ നേരിട്ട് വിളിച്ച നിരവധി തെളിവുകൾ പോലീസിന്റെ കൈ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച ശേഷം ഒരുപക്ഷെ അപ്പുണ്ണിയെ പ്രതിയേർക്കാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് തന്നെ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ദിലീപിനും പൾസർ സുനിക്കും തമ്മിൽ നിരവധി തവണ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ നേരത്തെയും ബന്ധമുണ്ടായിരുന്നു തെളിയിക്കുന്ന ഏകദേശം 12ഓളം സിനിമകളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു തെളിയിക്കുന്ന ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ദിലീപും കാവ്യയും പൾസർ സുനിയും എല്ലാം ഒരുമിച്ച് പല സിനിമകളിലും പ്രവർത്തിച്ചിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കാവ്യയെ ചോദ്യം ചെയ്തപ്പോൾ പൾസർ സുനിയെ അറിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാവ്യ ചെയ്തത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ കാവ്യയെ ഇനിയും വീണ്ടും നോട്ടീസ് നൽകി വിളിപ്പിക്കാനും ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇടവേള ബാബു അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ അന്വേഷണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സിബി, അത് തന്നെയാണ്. ഒരുപക്ഷെ ദിലീപ് സുനിയെ കണ്ടപ്പോഴൊക്കെയും അപ്പുണ്ണി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു നിർണായകമായ സൂചന, വിളിക്കുമ്പോഴും അപ്പുണ്ണി ഒപ്പമുണ്ട് എന്നുള്ള സൂചന, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പുണ്ണി നൽകുന്ന മൊഴി എന്താകുമെന്ന് തന്നെയല്ലേ ഏവരും ഉറ്റുനോക്കുന്നത്? ഒരുപക്ഷെ ദിലീപ് നൽകിയിലെ മൊഴിയിലെ വൈരുദ്ധ്യം അപ്പുണ്ണി നൽകിയ മൊഴിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയല്ലേ ഏവരും ഉറ്റുനോക്കുന്നത്? തീർച്ചയായും അഞ്ജു, ഈ പൾസർ സുനിയെ അപ്പുണ്ണിയെ വിളിക്കുമ്പോഴെല്ലാം അവിടെ ദിലീപിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരെ ചോദ്യം ചെയ്തപ്പോൾ അവരും പറഞ്ഞത് ദിലീപിനെ വിളിക്കാൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ അപ്പുണ്ണിയാണ് വിളിച്ചിരുന്നതെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത് പൾസർ സുനി ദിലീപുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് അപ്പുണ്ണിയെ വിളിച്ചിരുന്നത് വ്യക്തമാണ്. ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ വഴി പൾസർ സുനി ഈ അപ്പുണ്ണിയെ വിളിക്കുമ്പോഴെല്ലാം ദിലീപും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെ വിളിക്കുന്നതിന് വേണ്ടിയാണ് പൾസർ സുനി അപ്പുണ്ണിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നതെന്നും വ്യക്തമാണ്. അത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഘടകം. ദിലീപിന്റെ ഫോണിൽ നിന്നും ഒരിക്കൽ പോലും പൾസർ സുനി വിളിച്ചിരുന്നതായി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായി പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ വിളിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ പ്രധാന കണ്ണിയായി അപ്പുണ്ണി ഈ കേസിൽ വരുന്നത്, പ്രധാന ഘടകമായി വരുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പുണ്ണി ഒളിവിൽ പോകുമ്പോൾ തന്നെ ഈ കേസിൽ ഒരു പ്രധാന കണ്ണിയാണ് എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അപ്പുണ്ണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചത്. അപ്പോഴാണ് അപ്പുണ്ണി ഒളിവിൽ പോയത്. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത്. എന്നാൽ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കുന്നതിന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടന്നുവെന്ന് കൃത്യമായി ചോദിച്ചറിയും. പ്രത്യേകമായ ചോദ്യാവലി എന്നത് ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റാരെങ്കിലും ഇതിൽ ഘടകമായിട്ടുണ്ടോ, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നാദൃശ്യ അടക്കമുള്ളവർക്ക് പങ്കുണ്ടോ, ഈ സിനിമാ മേഖലയിൽ മറ്റാർക്കൊക്കെ ഈ കാര്യങ്ങൾ
കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ അപ്പുണ്ണിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പുണ്ണിയെ ചോദ്യം ചെയ്യുന്നതോടെ ഈ കേസിലെ പ്രധാനമായ പല തെളിവുകളും പല കാര്യങ്ങളും പുറത്തു വരും. എന്തിനാണ് ഇത്തരത്തിലുള്ള കൃത്യം നടത്തിയത്, എന്നാണ് ആദ്യമായി ഗൂഢാലോചന നടത്തിയത്, എന്നാണ് ആദ്യമായി ഈ പൾസസുനിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകും. കാരണം ഈ കൃത്യത്തിന് മുൻപും അതിനുശേഷവും അപ്പുണ്ണിയുടെ ഫോണിലേക്ക് നിരവധി തവണ പൾസസുനി വിളിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കാക്കാട് ജയിലിൽ വെച്ച് പൾസസുനി അയച്ച കത്തിലും ആ കത്തിന്റെ ഒരു കത്ത് ദിലീപിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് ആ കത്തിന്റെ ഒരു വാട്സപ്പ് വഴിയാണ് ആ കത്ത് അയച്ചു കൊടുത്തത്. അതും ഈ അപ്പുണ്ണിയുടെ മൊബൈലിലേക്കാണ് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കേസിലെ മുഖ്യപ്രതി പൾസസുനിയുമായി അപ്പുണ്ണിക്കുള്ള ബന്ധവും ഇത് ദിലീപിലേക്കുള്ള ഒരു കണ്ണിയാണെന്നും പോലീസ് മനസ്സിലാക്കുകയും ഇപ്പോൾ അപ്പുണ്ണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയും ചെയ്യുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. വിവരങ്ങളാണ് CBC ജോസഫ് നൽകിയത്.